ഇവിടെ തന്ത്രിയാണോ മന്ത്രിയാണോ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആൾ? ആ പരിപാടിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യുകയാണ്. അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഭയാശങ്കയാണ്, അത് പറയാൻ പറ്റും. അവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യമായുള്ള ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് പള്ളിയിലാണേലും എവിടെയാണേലും ഉണ്ട്. നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കണം, ബസ് അനുവദിച്ചു കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം, ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പം ഇത് വിശ്വാസത്തിൻ്റെതായിട്ടൊരു പ്രശ്നമാണ്. അപ്പം വിശ്വാസത്തെ ധ്വംസിച്ച ആളാണ്. നിരവധി ആളുകൾ അതിൻ്റെ പീഡനം ഇപ്പോഴും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കോടതി കയറിയിരിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രിമുഖ്യൻ്റെ സഹധർമ്മിണിയെ പോലും അറസ്റ്റ് ചെയ്തത് കാരണം എന്താണ്? അത് വിശ്വാസത്തെ ഖനിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത് നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. അങ്ങനെ ഒരാൾ നടത്തുമ്പോൾ നിങ്ങളിൽ അതിൽ ആത്മാർത്ഥത ഇല്ല എന്ന് പറയേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ധാർമ്മികമായ ഇല്ല എന്ന് പറയേണ്ടി വരും, അതിൽ ധാർമ്മികത ഇല്ലെന്ന് പറയേണ്ടി വരും. അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കരുതെന്നുള്ള. പക്ഷേ സൗകര്യം ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾ അവിടെ വെറുതെ കിടക്കുകയാണ്, ചവറ്റുകൊട്ടേ കിടക്കുകയാണ്. കേസ് പല കോടതികളും പറഞ്ഞിരിക്കുന്ന വിധികളിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. എക്കോസ്മാർട്ട് പോലെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ വികസന പദ്ധതികൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴൊരു അയ്യപ്പ ഭക്തസംഘം ആരാധനയുടെ ഭാഗമായിട്ട് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് സംശയമുണ്ട്. അല്ലെന്ന് ഞാൻ അതെ ക്ഷണിച്ചല്ലോ, ആ ക്ഷണിച്ചതിൻ്റെ യുക്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അതെ, അല്ല വരട്ടെ, അത് അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. അല്ല പ്രശ്നം അല്ല ഈ ആരാധനയുടെ ഭാഗമായി ഒരു മതേതര സർക്കാരിന് ഇത് നടത്താൻ ധാർമ്മികമായ എന്താ അവകാശം? അതെ അല്ല അതേ സംബന്ധിച്ച് നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. കഴിഞ്ഞ പ്രക്ഷോഭകാലത്ത് എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് വേഷം മാറ്റി അവിടെ കൊണ്ടുപോയി തൊഴിയിച്ചല്ലോ. അത് തൊഴിയിച്ചതാരാണ്? അതും മുഖ്യമന്ത്രി തന്നെയല്ലേ. ആ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന കത്തിൻ്റെ മറുപടി മുഖ്യമന്ത്രി പറയട്ടെ. അല്ല ആ പരിപാടിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യുകയാണ്. അതിന് ഉത്തരം പറയട്ടെ. ഞാൻ പറയുന്നത് ഇപ്പം നാളെ മുഖ്യമന്ത്രി പറയുകയാണ്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി പറയുകയാണ്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടി കാണിക്കുന്ന ഒരു മന്ത്രി പറയുകയാണ്, ദേവസ്വം മന്ത്രി പറയുകയാണ്, നാളെ ശബരിമലയിൽ ഉത്സവത്തിന് കൊടിയേറുന്ന സമയം ഇപ്പോൾ നിശ്ചയിച്ചതല്ല. ഇവിടെ തന്ത്രിയാണോ മന്ത്രിയാണോ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആൾ? അല്ല ഞാൻ ചോദിക്കുക, എൻ്റെ ചോദ്യം അതാണ്. തന്ത്രിയാണോ മന്ത്രിയാണോ? ക്ഷേത്രത്തിൻ്റെ ആരാധന കേൾക്കെ ഞാൻ പറയുന്നത്. അല്ല നിങ്ങളതിൽ ബേജാറാകണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ യുക്തിയാണ്. അങ്ങനെ പറയുമെന്നല്ലേ ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും കൂടി ചെയ്യും എന്ന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഒരു ഭയാശങ്ക ഉണ്ടായാൽ അതിന് തെറ്റ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഭയാശങ്കയാണ്, അത് പറയാൻ പറ്റും.